ഈ കാണുന്ന അടിപൊളി ഫ്ലവേഴ്സാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. ഇങ്ങനൊരു ക്രാഫ്റ്റ് ചെയ്താൽ ഇത് കുട്ടികളെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്ന ആർക്കാണെന്നറിയോ? നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല, നിങ്ങളുടെ വീട്ടിലെ ഗ്രാൻഡ് പേരൻസിനായിരിക്കും. ഇത് ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നൊരു ക്രാഫ്റ്റാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റ തരുന്നൊരു ക്രാഫ്റ്റാണ്. ഞാൻ 7ലോ 8ലോ പഠിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ക്രാഫ്റ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുണ്ടാക്കാത്ത ഒരു ക്രാഫ്റ്റ് ചാനൽ പോലും ഉണ്ടാകത്തില്ല. ഞങ്ങൾക്ക് സ്കൂളിൽ വീക്ക്ലി 2 അസംബ്ലി ഉണ്ടായിരുന്നു. ഈ അസംബ്ലിയൊക്കെ നടത്തുന്നത് ഓരോ ക്ലാസ്സിലെയും സ്റ്റുഡൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ ഗിഫ്റ്റും ഡൊണേഷൻസും ക്ലാസ്സിൻ്റെ വകയായിട്ട് പിരിച്ചു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് മിക്കവാറും കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഒരു ഫ്ലവർ വേസ് വിത്ത് ഫ്ലവർ. അതിന് ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് ഇരിക്കും, എന്നിട്ട് അങ്ങോട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങും. ഫ്ലവർ വേസ് നമ്മുടെ ക്ലാസ്സിലെ മെയിൻ ക്രാഫ്റ്റർ കൊണ്ടുവരും. ആ ഒരു സമയത്ത് ഇത് ട്രെൻഡിങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ചെയ്യുന്ന കുട്ടികളെ അവിടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പൂ ഉണ്ടാക്കുന്ന കുട്ടികളെന്നായിരുന്നു. ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുക, ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുക, എന്തിന് പൈസ കൊടുത്തു തരാൻ ഇത് വാങ്ങാൻ ആളുകൾ റെഡിയായിരുന്നു. ഞാനിതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതും ഇതിന് അപ്രീസിയേഷൻ കൂടുതൽ തരുന്നതും ഗ്രാൻഡ് പേരൻസ് ആണ്. വീട്ടിലൊക്കെ ഇങ്ങനെ വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഇവർ നോക്കിയിട്ട് തിരക്കും, ഇത് ആരുണ്ടാക്കിയതാ, നീ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പ്രായമായിട്ടുള്ളവർക്കൊക്കെ ആയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ സന്തോഷം. ഒരു 2-3 എണ്ണം ഇതേലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് എത്ര കാലം വേണേലും സൂക്ഷിച്ചു വെച്ചോളൂ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയത് ഇവിടെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞു, കോളേജായി, ഇപ്പോഴും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പലർക്കും ആ ഒരു പഴയ എക്സൈറ്റ്മെന്റും റിയാക്ഷനും തന്നെ ആയിരിക്കും കിട്ടുന്നത്. അത് വെറുതെ അല്ല, ഇത് കാണാനും അത്രയും ഭംഗിയാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.